11 വർഷത്തിന് ശേഷം ഇന്നും ഞാൻ കമ്മിറ്റ്മെന്റ് ചെയ്യുന്നു. പൃഥ്വിരാജും പ്രഭാകരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കമ്മിറ്റ്മെന്റ് നിലനിൽക്കും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് കഴിക്കാൻ സാധിക്കാത്ത ഒരു സപ്ലിമെന്റും ഞാൻ നിങ്ങൾക്ക് തരില്ല. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്, ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ആണ്. പൃഥ്വിരാജോ പ്രഭാകരോ ഒരു പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ വിട്ടുപോകില്ല. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഇന്ന് 11 വർഷം കഴിഞ്ഞു. ഈ കമ്പനി ആരംഭിച്ച സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, 1 മാസം നടത്തി കാണിക്കി, 1 വർഷം നടത്തി കാണിക്കി, 2 വർഷം നടത്തി കാണിക്കി. ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള 11 വർഷമാണ് നമ്മൾ പൂർത്തിയാക്കിയത്. യൂണിവേഴ്സ് വെറുതെ നിലനിന്നുണ്ടായ ഒരു കമ്പനി എന്നല്ല, ഹിസ്റ്ററി അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഹിസ്റ്ററി. പൃഥ്വിരാജോ പ്രഭാകരോ അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഉണ്ടാവും ഇവിടെ ഈ ലോകത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഗ്യാരണ്ടി തരാം. 11 വർഷത്തി 11 അല്ല 25 50 വർഷം കഴിഞ്ഞോട്ടെ, നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളുടെ മക്കളുടെ പേരിൽ യൂണിബിസ് കമ്പനിയിൽ നിന്ന് പൈസ വന്നിരിക്കും. ആ ഗ്യാരണ്ടി ഞാൻ തരാം നിങ്ങൾക്ക്. അതിനുള്ളൊരു ബേസ് പൃഥ്വിരാജും പ്രഭാകരും ഉണ്ടാക്കിയിട്ടിട്ട് ഈ ലോകത്തിൽ നിന്ന് പോവും. ഞങ്ങൾ പോണോടത്തൊക്കെ ഞങ്ങളുടെ മക്കളെയും കൂടെ കൊണ്ടുപോകും. എൻ്റെ മകള് MBAക്ക് പഠിക്കാൻ വരുന്നയാൾ മുൻപ് 1 വർഷം യൂണിബിസിൽ സാധാരണ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഈ മനോജ് സാറിൻ്റെ ടീമിൽ, ഈ കൃഷ്ണകുമാറിൻ്റെ സാറിൻ്റെ ടീമിൽ 1 വർഷത്തിലധികം എൻ്റെ മകള് നിങ്ങളെപ്പോലെ സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന പോലെ ഫീൽഡിൽ പോയി വർക്ക് ചെയ്ത ആളാണ്. 1 വർഷത്തെ അവളുടെ വിദ്യാഭ്യാസം മാറ്റി വെച്ചുകൊണ്ട് 1 വർഷം ഞാൻ അവളെ യൂണിബിസിൽ സാധാരണക്കാരായി ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യിച്ച. എന്തിനാണെന്നറിയോ? നാളെ വലുതായി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഞങ്ങളുടെ ചെയറിലിരിക്കാനല്ല. ആ ചെയറിൽ ഇരിക്കേണ്ട സമയത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നും അവരൊരു ടീം ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന എഫർട്ട് എന്താണെന്നും അവർ ഒരാളെ കൺവിൻസ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നും അതിന് എത്രത്തോളം എഫർട്ട് ഇടേണ്ടതെന്നും രാത്രിയും പകലും ഒന്നാക്കി വർക്ക് ചെയ്യുന്ന നമ്മുടെ ലീഡേഴ്സിന് വാല്യൂ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ എൻ്റെ മകളെ ഫീൽഡിലേക്ക് പറഞ്ഞയച്ചത്. പൃഥ്വിരാജോ പ്രഭാകരല്ലെങ്കിൽ ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. അവർ നയിക്കും ഈ കമ്പനിയെ. അവർ നയിക്കും. കാരണം അവർക്ക് എത്തിക്സ് എന്താണെന്നും കൾച്ചർ എന്താണെന്നും ഒരു സാധാരണ മനുഷ്യൻ എന്താണെന്നും ആ മനുഷ്യൻ്റെ വേദനകൾ എന്താണെന്നും ആ മനുഷ്യൻ്റെ സന്തോഷം എന്താണെന്നും അതൊക്കെ എന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. എന്നും നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കണ്ട. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് ഒരു 3 മുതൽ 5 വർഷം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യും. എൻ്റെ ഡ്രീം 2027-30 ആകുമ്പോഴേക്കും ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സിനെ ചെയ്യുന്നവരുണ്ട്. ഈ ബിസിനസ്സിലൂടെ വിജയം കിട്ടി അടങ്ങും എന്നുള്ള വാശിയോടുകൂടി ചെയ്യുന്നവരുണ്ട്. സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. എൻ്റെ സ്വപ്നം അവരുടെ പേരിൽ എല്ലാ മാസം 1 കോടി രൂപ മാസം വരുമാനം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. 1 കോടി മാസം എടുക്കുന്ന ലീഡേഴ്സിനെ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. ആർക്കും ഈ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? ചെയ്യാൻ തയ്യാറുണ്ടോ? ചലഞ്ചസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പല ചലഞ്ചസുകളും ബുദ്ധിമുട്ടുകളും പ്രോബ്ലങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതിനെ അതിജീവിച്ച് നിൽക്കുന്നവർ മാത്രമാണ് വിജയിക്കുള്ളൂ. അവർക്കേ വിജയിക്കാനുള്ള അധികാരമുള്ളൂ. ഈ ബിസിനസ് ചെയ്യാൻ എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുണ്ടോ? നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ, നല്ലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു കോർപ്പറേറ്റ് ലെവലിൽ നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കണം. വേണ്ടേ? വേണം. പക്ഷെ ഒരു ബിസിനസ്മാന് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുണ്ടോ? ഒരു ബിസിനസ്മാന് വേണ്ടത് എന്താണ്? വിജയിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. ജീവിക്കാൻ വേണ്ടി ബിസിനസ് ആരംഭിക്കരുത്, വിജയിക്കാൻ വേണ്ടി ബിസിനസ് ആരംഭിക്കണം. ടൈം ഫ്രീഡത്തിന് വേണ്ടി ബിസിനസ് ആരംഭിക്കണം. നമ്മുടെ പേരൻസിന്, നമ്മളുടെ ഉപ്പ ഉമ്മ അച്ഛൻ അമ്മ, നമ്മുടെ സഹോദരങ്ങളുടെ നല്ല ജീവിതം 3 വർഷം പിന്തിരിഞ്ഞു നോക്കാൻ പാടില്ല. ചലഞ്ചസ് ആയേഗ, റുക്കൗട്ട് ആയേഗ, ദർദ് लगेगा, പെയിൻ लगेगा, लेकिन छोड़ेगा नहीं मैं, लेकिन छोड़ेगा नहीं मैं. എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും, ആരൊക്കെ തന്നെ റിജക്ട് ചെയ്താലും, ആരൊക്കെ തന്നെ നമ്മളെ വിട്ടുപോയാലും ഞാൻ വിടില്ല. ഒരു ഉറച്ച ഡിസിഷൻ എടുക്കാൻ തയ്യാറുണ്ടോ? കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ തയ്യാറുണ്ടോ? വിജയം ഗ്യാരണ്ടി ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾ കൊണ്ട് എൻ്റെ മുന്നിൽ വന്നോ, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അടുത്ത 3 വർഷം മുതൽ 5 വർഷം ഞങ്ങൾ പറയുന്ന പോലെ, സിസ്റ്റം പറയുന്ന പോലെ നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, എല്ലാത്തിനും അതിജീവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ പൃഥ്വിരാജും പ്രഭാകരും എഴുതി ഒപ്പിട്ട് തരാം.
അടുത്തൊരു 3, 4, 5 വർഷം കഴിഞ്ഞിട്ട് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാൾക്കും പണിയേണ്ട ആവശ്യം വരരുത്. പൈസ നമ്മുടെ മക്കളുടെ പേരിൽ വരണം. അതാണ് ബിസിനസ്, അതാണ് ബിസിനസ്. തയ്യാറുണ്ടോ കൂടെക്കാൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ് യൂണിവേഴ്സ് പോണത്. അതിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതിൻ്റെ ഒരു പാട്ടാവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗ്രേറ്റ് ഇന്ത്യ, ഗ്രേറ്റ് യൂണിവേഴ്സ്. താങ്ക് യു വെരി മച്ച്.